യഥാർത്ഥത്തിൽ നമ്മുടെ ധർമ്മം അനുസരിച്ച് രണ്ട് ചൈതന്യങ്ങളെ ഉള്ളൂ എന്നാണ് പൊതുവിൽ പറയുന്നത്. ഒന്ന് പുരുഷ ചൈതന്യവും ഒന്ന് പ്രകൃതി. പുരുഷനും പ്രകൃതിയാണ് യഥാർത്ഥത്തിലുള്ള കോൺസ്റ്റന്റ്. അതിന്റെ വേരിയബിൾസ് ആണ് നമ്മൾ വിളിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ അതിന് ചിലപ്പോൾ പുരുഷനായിട്ട് ശിവനെ പ്ലേസ് ചെയ്യും, പ്രകൃതിയായിട്ട് ദേവിയെ പ്ലേസ് ചെയ്യും. പുരുഷനായിട്ട് കൃഷ്ണനെ പ്ലേസ് ചെയ്യും, രാധയായിട്ട് പ്രകൃതിയെ പ്ലേസ് ചെയ്യും. സരസ്വതിയായിട്ട് പ്രകൃതിയെ പ്ലേസ് ചെയ്യും, പുരുഷനായിട്ട് ബ്രഹ്മാവിനെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ചൈതന്യങ്ങളാണ് പ്രപഞ്ചത്തിൽ എപ്പോഴും ശാശ്വതമായിട്ടുള്ളത്. അതിൽ നമ്മൾ ഏതെടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് താല്പര്യമുള്ള ഒരു ചോക്ലേറ്റ് നമ്മൾ കുറെ ബോക്സുകളിൽ നമ്മൾ ഇഷ്ടമുള്ളത് നമ്മൾ എടുക്കില്ലേ, അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന പൗരുഷ സങ്കല്പങ്ങളിൽ ഒന്നായിട്ട് ഭഗവാൻ മാറിയിട്ടുണ്ട്, മഹാദേവൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഭഗവാന്റെ ആ ഒരു വേ ഓഫ് ലൈഫ്, ഈവൻ ഭഗവാന്റെ അറ്റയർ, ആറ്റിറ്റ്യൂഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇമോഷൻസ്, ഇതൊക്കെ കുറച്ചുകൂടെ പൗരുഷികമാണ് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഞാൻ പറയുമ്പോൾ ഭഗവാന്റെ ഈ പൗരുഷമായിട്ടുള്ള മുഖത്തോടൊപ്പം തന്നെ നമ്മളൊക്കെ മറന്നു